ആരോഗ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നൽകിയിരുന്നു. അതായത് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചതായിട്ടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത്. ആവശ്യമായ എല്ലാ ചികിത്സാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഞാൻ MLA അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് സംസാരിച്ചിരുന്നു. ഡയറക്ടറുമായിട്ടും ഡോക്ടേഴ്സുമായിട്ടും സംസാരിച്ചു. നിലവിൽ MLA വെന്റിലേറ്റഡ് ആണ്. അപ്പോൾ അവിടെ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി പരിശോധനകൾ നടത്തി ചികിത്സ നൽകുകയാണ്. അപ്പോൾ ഒരു 24 മണിക്കൂർ മുതൽ 48 മണിക്കൂറിനുള്ളിൽ റിക്കവർ ചെയ്യാൻ തുടങ്ങുമെന്നുള്ളതാണ് പറഞ്ഞത്. അതുകൂടാതെ ആരോഗ്യ വകുപ്പ് ഒരു മെഡിക്കൽ എക്സ്പേർട്ട് ടീമിനെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൽ തൊറാസിക് സർജൻ, ന്യൂറോ സർജൻ, അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുകളിലെ ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടുള്ള എക്സ്പേർട്ട് ടീമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ആ ടീം അല്പസമയത്തിനകം തന്നെ ഇന്ന് തന്നെ അവിടെ ആശുപത്രിയിലെത്തും. അപ്പോൾ അവിടെ അഡ്മിറ്റഡ് ആയിരിക്കുന്ന ഹോസ്പിറ്റലിലെ മെഡിക്കൽ ടീം അത് മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. അവർ അല്പസമയത്തിനകം മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നൽകേണ്ടതായിട്ടുള്ള എല്ലാ ചികിത്സയും എത്രയും പെട്ടെന്ന് അതും വിദഗ്ധമായി തന്നെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വേണം, എങ്കിൽ മാത്രമേ നില തൃപ്തികരമാണോ എന്ന് പറയാൻ കഴിയൂ എന്നാണ് റെന്നെ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുടെ സംഘം പ്രതികരിച്ചത്. നിലവിൽ തലച്ചോറിന്, ശ്വാസകോശത്തിനൊക്കെ പരിക്കുകളുണ്ട്. അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യമില്ല. കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞ റെന്നെ മെഡിസിറ്റിയിലെ ഡോക്ടർമാരുടെ പ്രതികരണം.